ഇപ്പോൾ നടന്ന പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ പലരും ഇറാനെ പിന്തുണക്കുന്നതായി കണ്ടിട്ടുണ്ട്. ഇസ്രായേൽ അമേരിക്ക സഖ്യത്തെ പിന്തുണക്കുന്നവരെ നോക്കിയാൽ അത് സ്ഥിരമായി ആ നിലപാട് എടുക്കുന്ന ആളുകളാണെന്നും കാണാം. എന്നാൽ പതിവിൽ നിന്നും വ്യത്യസ്തമായി കൂടുതൽ പേരും ഇറാനെ പിന്തുണക്കുന്നത് എന്തിനാണെന്ന് ചിന്തിച്ചിട്ടുണ്ട്. കുറെ പേര് അമേരിക്കൻ സാമ്രാജ്യത്തിന് എതിരെയുള്ള ഒരു നിലപാടെന്ന നിലയിലാണ് ഇറാനെ പിന്തുണക്കുന്നത്. ഈ അമേരിക്കയെക്കുറിച്ച് പരിശോധിച്ചാൽ എത്രയോ രാജ്യങ്ങളെയാണ് അമേരിക്ക തകർത്ത് കളഞ്ഞതെന്ന് കാണാം. ഇപ്പോൾ മാത്രമല്ല, ഇറാനെ നേരത്തെയും തകർത്തത് അമേരിക്കയാണ്. 1953 ഇറാനിൽ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് മൊസൈദക്കിനെ പുറത്താക്കി ഷാ ഭരണകൂടത്തെ കൊണ്ടുവന്നത് അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് നടത്തിയ ഒരു അട്ടിമറി ആയിരുന്നു. പിന്നീട് ഗ്വാട്ടിമാലയിൽ പ്രസിഡന്റ് ജേക്കബോ അർബൻസിനെ അട്ടിമറിച്ചത് അമേരിക്കയുടെ CIA ആയിരുന്നു. ക്യൂബയിലെ ഫിദൽ കാസ്ട്രോക്കെതിരെ അമേരിക്ക 60കളിൽ നടത്തിയ വധശ്രമങ്ങളും അധിനിവേശ ശ്രമങ്ങളും ഒക്കെ പരാജയപ്പെടുകയും ചെയ്തു. ചിലിയിലെ സോഷ്യലിസ്റ്റ് പ്രസിഡന്റായിരുന്ന സാൽവഡോർ അലൻഡയെ താഴെയിറക്കി സൈനിക ജനറലായ അഗസ്റ്റോ പിനോഷയെ അധികാരത്തിലേറ്റാൻ പിന്തുണ നൽകിയതും ഇതേ അമേരിക്ക തന്നെയാണ്. നിക്കരാഗ്വയിലും അമേരിക്ക സർക്കാരിനെ അട്ടിമറിച്ചിട്ടുണ്ട്. പനാമയിലെ ഭരണാധികാരി മാനുവൽ നൊറിഗയെ പുറത്താക്കാൻ അമേരിക്ക നേരിട്ട് സൈനിക നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. സെപ്റ്റംബർ 11 ആക്രമണത്തിന് പിന്നാലെ താലിബാൻ ഭരണകൂടത്തെ താഴെയിറക്കാൻ അഫ്ഗാനിൽ സൈനിക നീക്കം നടത്തി. സദ്ദാം ഹുസൈനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ അമേരിക്ക സൈനികമായി ഇറാഖിനെ ആക്രമിച്ചു. ലിബിയയിൽ നാറ്റോയുടെ സഹായത്തോടെ നടത്തിയ ഇടപെടലിലൂടെ മുവമ്മർ ഗദ്ദാഫിയുടെ ഭരണം അവസാനിപ്പിച്ചു. അങ്ങനെ പലയിടത്തും അമേരിക്ക അട്ടിമറികൾ നടത്തിയിട്ടുണ്ട്. ഇനി അമേരിക്ക ചിലപ്പോൾ ക്യൂബയെ ആക്രമിച്ചേക്കാം. അത് കഴിഞ്ഞാൽ മറ്റേതെങ്കിലും രാജ്യത്തെ അവർ ആക്രമിക്കും. അപ്പോഴെല്ലാം അമേരിക്കയ്ക്ക് എതിരായി നിലപാട് എടുക്കുന്നവർ തന്നെയാണ് ഇപ്പോൾ ഇറാനെ പിന്തുണക്കുന്നവരും. അമേരിക്കൻ സാമ്രാജ്യത്വം ലോകത്താകമാനം നടത്തുന്ന സൈനിക കടന്നുകയറ്റങ്ങളുടെ ചരിത്രം മനുഷ്യ കുരുതിയുടേത് കൂടുകയാണ്. വിയറ്റ്നാം മുതൽ ഇറാൻ വരെയും സിറിയ മുതൽ ലിബിയ വരെയും ആ രക്തം ചിതറിക്കിടക്കുകയാണ്. തങ്ങളുടെ സാമ്പത്തിക രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ലക്ഷക്കണക്കിന് നിരപരാധികളെ അമേരിക്ക കൊന്നൊടുക്കിയിട്ടുണ്ട്. അധിനിവേശ താല്പര്യങ്ങൾക്കായി ആണവായുധങ്ങളും രാസായുധങ്ങളും വരെ അവർ പ്രയോഗിച്ചിട്ടുണ്ട്. ഇപ്പോഴും അമേരിക്കയുടെ ആ കൊടും ക്രൂരത ജപ്പാനിലെയും വിയറ്റ്നാമിലെയും അടുത്ത തലമുറകളെ പോലും വേട്ടയാടുകയാണ്. ഇറാനിൽ ആക്രമണം തുടങ്ങുന്നതിന് തൊട്ടു മുന്നെയാണ് വെനസ്വേലയുടെ പരമാധികാരത്തിൽ കടന്നുകയറ്റം നടത്തി ആ രാഷ്ട്രത്തിന്റെ തലവനെ അമേരിക്ക ബന്ദിയായി കൊണ്ടുപോകുന്നു. തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടത്തെ അട്ടിമറിക്കാനും ജനങ്ങളെ ഉപരോധങ്ങളിലൂടെ ശ്വാസം മുട്ടിക്കാനും അമേരിക്ക എപ്പോഴും തയ്യാറാണ്. ഇന്ന് വെനസ്വേലയിൽ സംഭവിച്ചത് നാളെ ലോകത്തെ മറ്റേതൊരു രാജ്യത്തും സംഭവിക്കാം. ഇത് നമ്മളെ ഓരോരുത്തരെയും ആശങ്കപ്പെടുത്തേണ്ട ഒരു വിഷയം തന്നെയാണ്. ഈ കടന്നുകയറ്റത്തിനെതിരെയാണ് ലോകമെമ്പാടുമുള്ള ജനാധിപത്യ വിശ്വാസികളുടെ ശബ്ദം ഉയരേണ്ടത്. അന്താരാഷ്ട്ര നിയമങ്ങളെയും മനുഷ്യാവകാശങ്ങളെയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് തങ്ങൾ ആഗ്രഹിക്കുന്ന ഭരണമാറ്റം ഏതെങ്കിലും രാജ്യത്ത് അടിച്ചേൽപ്പിക്കാൻ അമേരിക്ക നടത്തുന്ന ക്രൂരമായ ആക്രമണം ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം.